കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് 2016-ൽ 14,061 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുൻ വർഷത്തേക്കാൾ 1,723 കേസുകൾ വർദ്ധിച്ചു. 1,644 സ്ത്രീകൾ കഴിഞ്ഞ വർഷം ബലാത്സംഗം ചെയ്യപ്പെട്ടു. കൂടാതെ 4,035 സ്ത്രീകൾ ശാരീരികവും മാനസികവുമായ മറ്റ് പീഡനങ്ങൾക്കും വിധേയരായി. ഇതിൽ ബലാത്സംഗ ശ്രമങ്ങളും ഉൾപ്പെടും. ബലാത്സംഗ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ്, 160 കേസുകൾ. 2015-ൽ 7 സ്ത്രീകളാണ് സ്ത്രീധന പീഡനം മൂലം കൊല ചെയ്യപ്പെട്ടതെങ്കിൽ 2016-ൽ കേസുകൾ 24ആയി ഉയർന്നു. 312 കേസുകളാണ് പൂവാല ശല്യത്തിനടുത്തത്. പൂവാലന്മാർ കൂടുതലുള്ള ജില്ല എറണാകുളമാണ്, 46 കേസുകൾ. വലിയ രീതിയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട്. ഇത് രണ്ട് തരത്തിലാണ് പോലീസ് ഇതിനെ പറയുന്നത്. പക്ഷേ പോലീസിൻ്റെ വ്യാഖ്യാനം നമുക്ക് സ്വീകാര്യമല്ല. പോലീസ് പറയുന്നത് ആളുകൾ കൂടുതലായിട്ട് കേസ് നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ക്രൈം വർദ്ധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പരാതി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആളുകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് കുട്ടികളും സ്ത്രീകളും ഇത്തരത്തിലുള്ള പരാതി. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിൽ വൻ വർധനവുണ്ടായിരിക്കുന്നു. 2015-ൽ 2,384 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2016-ൽ കേസുകളുടെ എണ്ണം 2,899ആയി ഉയർന്നു. 515 കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2016-ൽ കുട്ടികൾ ശാരീരിക പീഡനത്തിനിരയായ 929 കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു. 2015-ൽ കുട്ടികൾ ശാരീരിക പീഡനത്തിനിരയായ കേസുകളുടെ എണ്ണം 720ആയിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരും പോലീസും നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.